ക്യാമറ ഓണാക്കിയപ്പോൾ പോലീസുകാരൻ പോകാൻ പറ്റും. അങ്ങോട്ട് കടിച്ചെങ്കിൽ ഒരു ഭാഗം പുറത്തേന്, പക്ഷെ ഉറക്കിന് വരാന്നോണ്ട് എന്തായി മൈൻഡാക്കിയില്ല. ഹായ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയുമോ, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ ഒരു വലിയൊരു പുതിയ പള്ളി പുതിയൊരു പള്ളി പണിയുണ്ട്. ആ പള്ളിയിലാണുള്ളത്. നമ്മൾ നല്ല കിടന്നുറങ്ങിയ റൂമാണ് കേട്ടോ. ഇത് പുതിയ റൂമാണ്. നമുക്കിവിടെ ഒരു ബെഡ് സെറ്റ് ആക്കി തന്നു, ഒരു തലയണി. പിന്നെ നമ്മളടുത്ത് മറ്റേ സ്ലീപ്പിംഗ് മാറ്റ്, എന്താ പറയുക, യോഗ മാറ്റ് ഉണ്ടായിരുന്നു, അതൊരു തലയണയാക്കി. പിന്നെ സ്ലീപ്പിംഗ് ബാഗും ഉണ്ടായിരുന്നു. ഇന്നലെ വരെ രാത്രി കൊതുകിൻ്റെ കാര്യം നിങ്ങളോട് പറയാം. ഒരു ലോഡ് കൊതുക് കേട്ടോ, കടിച്ച് ആകെ. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ആകെ കൊതുക് പറഞ്ഞാൽ ചില്ലറ കൊതുകൊന്നുമില്ല. കാരണം ഇവിടെ അത് ജനവാതിൽ കേട്ടോ, വലിയൊരു ജനവാതിൽ, ഒരു ആർക്കും കയറി വരാം അങ്ങനത്തെ ഒരു ജനവാതിലാണ്. പിന്നെ കൊതുകിനെ കയറി വരാൻ പറ്റാത്തത്. എന്നിട്ട് ഇന്നലെ ഫുള്ള് അടിച്ച് കൊല്ലിനിട്ട് പോവാണ്. രാത്രി ഉറങ്ങിയിട്ടില്ല ശരിക്കും. ഇത് കൊന്നാട്ട് ഞാൻ അങ്ങനെ ഒരു കൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറ്റിയ ആൾക്കാരോട് നമുക്ക് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. ഇനി നമ്മൾ നേരെ കറക്റ്റ് അറിയില്ല എങ്ങോട്ടാണ് പോകണമെന്നുള്ളതൊന്നും, അങ്ങനെ പോയി കൊണ്ട് കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അടിപൊളി വീഡിയോ ആയിരിക്കും. നേരെ പോവാട്ടോ. ഹായ്, നമ്മളിന്ന് ഭയങ്കര ഓട്ടേന് കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് ഓട്ടേന്. അങ്ങനെ ഓട്ടോ ഓടി ഒരു 300 കിലോമീറ്ററൊക്കെ പോകാം ഏകദേശം ഓടിയിട്ടോ. അപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. ഫുഡൊക്കെ എല്ലാ കടയിലും പുറത്തുമുട്ട് റേറ്റാണ്. 120 റുപ്യൊക്കെ പറഞ്ഞത്. അതായത് അതിൽ 2 ചപ്പാത്തി ഉണ്ടാവും, പിന്നെ പലജാതി കറിയും കുറഞ്ഞ റൈസും ഉണ്ടാവും. അതിന് 120 റുപ്യ. 100 റുപ്യ വിട്ടുള്ളൊരു കടിയില്ല. നമുക്ക് 2 200 റുപ്യ വേണമല്ലോ. അപ്പോൾ നമ്മൾ തിരഞ്ഞ് അവസാനം നമുക്ക് പറ്റിയൊരു ആൾക്കാരെ കിട്ടിയിട്ടോ. 20 റുപ്യ ഉണ്ട് ഇതിന്. സാസറിൻ്റെ ചോറ്, ദാൽ റൈസാണ് കേട്ടോ. 20 റുപ്യ ഉള്ളൂ. ഇതൊന്നുകൂടി വാങ്ങേണ്ടി വരും, എന്നാൽ പള്ളറി. അപ്പോൾ കഴിക്കാൻ കേട്ടോ. അന്നത്തെ ഫുൾ റൈഡായിരുന്നു. അധികമൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നും നമുക്ക് കാഴ്ചകൾ കാണാൻ നോക്കാം. ഏതായാലും പോവാം. ഗായ്സ്, നമ്മൾ മഹാരാഷ്ട്രയോടെ പോയപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിച്ച വഴി കൂടെ അങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഈ ജംഗ്ഷനിലൂടെ പോകാൻ തന്നെയാണ്. പക്ഷേ നമുക്ക് ക്യാമറ ഓണാക്കിയപ്പോൾ പോലീസുകാരൻ പോകാൻ പറ്റും. ഈ ക്യാമറ ഉണ്ടെങ്കിൽ ആദ്യം ക്യാമറ എടുത്താൽ മതി. അതുകൊണ്ടാ പറയാം. പക്ഷെ അയാളെ കിട്ടിയില്ലല്ലോ. ഗായ്സ്, നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഈ ടൗണിൽ കൂടെയാണ് വഴി കാട്ടുന്നത് ഗൂഗിൾ മാപ്പ്. പക്ഷെ അത് വന്ന വഴി 1 വേ ആണ്, നാഷണൽ ഹൈവേ ഒന്നുമല്ല, ഒരു അങ്ങാടിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ പോലീസുകാർ നടന്നു വെച്ചാണ്ട് അത് 1 വേ അല്ലേ, ഫൈൻ വന്നിട്ട് പോയാൽ മതി, 500 രൂപ ഫൈൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ 500 രൂപ ഒന്നും ഇല്ല, നമ്മളെ പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കുറേ നേരം ഉണ്ടാകുന്നപ്പോൾ പിന്നെ 300 റുപ്യയാക്കി. അപ്പോൾ നമ്മൾ ഓൺലൈൻ അടച്ചുകൊണ്ട് വരണം. അതായത് നമ്മൾ നാട്ടിലെ പരിപാടി, ഇപ്പോഴത്തെ നിലവിലുള്ള MVD സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളെ നോട്ടീസ് വരുന്ന പരിപാടി കോർട്ടിൽ നിന്ന്, ആ പരിപാടി കേട്ടോ. അപ്പോൾ ഓനങ്ങനെ ലോൻ്റെ ഓൺലൈൻ പറഞ്ഞാൽ ലോടെ ഒരു എന്താ പറയുക, QR കോഡ് ഒരു മരത്തുമ്പോൾ തൂക്കിയിട്ടേക്കണേ ഒരു കടൻ്റെ മുന്നിൽ. ഞാൻ കരുതി കടക്കാരൻ്റെ QR കോഡാണെന്ന് കരുതിക്കാണ്. കടക്കാരൻ്റെ QR കോഡല്ല കേട്ടോ, നേരെ കൂടി കടക്കാരൻ്റെ QR കോഡല്ല, പോലീസുകാരൻ ഓന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി QR കോഡ് വെച്ചേക്കുക. ഇജാതി ഉടായ്പ പോലീസുകാരനെ അറിയോ? അല്ല, ചൊറുക്കുള്ള പോലീസുകാരനാണ്, പക്ഷെ തട്ടിപ്പാലോ പഠിച്ചിട്ടുണ്ടോ. എന്നിട്ട് അവസാനം 300 റുപ്യ ചീഞ്ഞ് കൂടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വണ്ടി ഉന്തി കൊണ്ടുപോയത് കുഴപ്പമില്ല, ഉന്തി കൊടുന്നാണ്ട് ആ ജംഗ്ഷനിൽ ആണ് കയറി പോവുക, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളെ മുന്നേ കുറേ ആൾക്കാരെ പിടിച്ച് നിർത്തിയിനി. നമ്മളെ കണ്ടപ്പോൾ വാക്കിലോടൊക്കെ വിട്ട് നമ്മളെടുത്ത് കംപ്ലീറ്റ് വാങ്ങരുതാണ്ട്. 100 റുപ്യാണ് കിട്ടിയില്ല. പിന്നെ എന്താ വെച്ചാൽ ഗോപ്രോ ഓണാക്കിയാണ്ട് എൻ്റെ വർത്താനം പറഞ്ഞപ്പോൾ ഇതിനെ പേടിച്ചിട്ടോ. അപ്പോൾ അതിനെ വിട്ട പറഞ്ഞു, വേറെ വർത്താനം പറയാമെന്നില്ല, വിട്ട പറഞ്ഞു.
ഇജാതി ഉടായിപ്പാട്ടോ. ആർക്കും പൈസ കൊടുക്കാണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോലീസുകാരൊക്കെ വഴിയിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരാവശ്യമില്ല ഗായ്സ്. നമ്മളിപ്പോൾ എവിടെയുള്ള അറിയോ? ഷോളാപ്പൂരിലാട്ടോ. ചിലർ ഷോളാപ്പൂർ, ചിലർ സോളാപ്പൂർ, അങ്ങനെ പലതും പറയും. ഇപ്പോൾ ഉള്ളത് ഷോളാപ്പൂരിൽ ഇപ്പോൾ ഒരു പുഴേൻ്റെ അടുത്താണുള്ളത്. നല്ല അടിപൊളി തടാകമാണോ പുഴയാണോ എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങേ തലമൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ അറ്റം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് തടാകമാണ്. പിന്നെ ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഷോളാപ്പൂർ വലിയ ടൗണാണ്. നമ്മളെ കർണാടകയിൽ നിന്ന് കയറുമ്പോൾ ഏറ്റവും വലിയ ടൗണാണ് ഷോളാപ്പൂർ പറയണത്. നല്ല അടിപൊളി ടൗണാണ് കേട്ടോ. ഇവിടെ കുറേ പെണ്ണുങ്ങളും കപ്പിൾസൊക്കെ ഉണ്ട്. വേറെ വൈബാണ് വൈകുന്നേരം ഇവിടെ കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളേ, നോട്ട് എ പ്രോബ്ലം. പിന്നെ നമ്മളിപ്പോൾ പോവാം കേട്ടോ. നേരത്തെ ഉണ്ടായ സംഭവം മനസ്സിലായില്ല ഞങ്ങൾക്ക്. ഒരു പോലീസ് വെറുതെ തടഞ്ഞു വെച്ചു, ഒരാവശ്യമില്ല. ക്യാമറ ഓണാക്കിയപ്പോൾ മൂപ്പർക്ക് പേടി. സാധാരണ നമ്മൾ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല. ട്രാഫിക് പോലീസ് ആയതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല, പവറൊന്നുമില്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ ചെറിയ പാർക്ക് സെറ്റപ്പാണ് ഇവിടെ. ഉള്ളിൽ കയറാൻ ടിക്കറ്റൊന്നും വേണ്ട തോന്നുന്നുണ്ട്. ആർക്കും എപ്പോഴും കയറാം. ആ ബോട്ടിൽ കയറാൻ മാത്രം ക്യാഷ് മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ഇവിടെ നല്ല കത്തിച്ചിക്കണേ. ഫുൾ സ്പീഡായിരുന്നു കേട്ടോ. ഗായ്സ്, നമ്മളിപ്പോൾ കർണാടകയിലെത്തിട്ടോ. ഇന്നൊരു 500 കിലോമീറ്ററോളം നമ്മൾ കത്തിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന്. മഹാരാഷ്ട്ര ഒറ്റ ദിവസം നിന്നിട്ടുള്ളൂ. 500 കിലോമീറ്റർ പുടുത്തം കത്തിക്കലുണ്ട് കത്തിച്ചത്. എണ്ണയൊക്കെ അങ്ങനെ അടിച്ചാലേ നേരമുള്ളൂ. ഇനി 3 വട്ടം പമ്പിൽ കയറ്റിക്കണ്. ഇപ്പം കാലി കിടക്കുകയാണെങ്കിൽ പമ്പിൽ കയറ്റാനായിക്കണ്. അപ്പോൾ മൈലേജൊക്കെ കുറഞ്ഞു. ഇപ്പോൾ മൈലേജൊക്കെ പറ്റില്ലാണ്ടായിക്കണ്. 30 ലെവലൊക്കെ എത്തി. KTM ഡൂക്കിൻ്റെ ഒക്കെ ലെവലെത്തിക്കുന്നുണ്ട് വണ്ടി. ഫുൾ കത്തലാണ്. ഇപ്പോൾ 70 സ്പീഡിലാണ് ഫുൾ പോകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഹൈവേനെ മേലേക്ക് പോകണില്ല കേട്ടോ. അല്ലെങ്കിൽ ഹൈവേനെ മേലേക്ക് പോകുന്നതിന് 75 മാക്സിമം കിട്ടുള്ളൂ 80 ചോട. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ പള്ളിക്കലാണ് ഇപ്പോൾ ഉള്ളത്. പള്ളിക്കൽ കർണാടകയിലൊരു പള്ളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്ന ഇമാമില്ല. ഇവിടുത്തെ ആൾക്കാരനെയാണ് ജമാഅത്തൊക്കെ നിസ്കരിച്ച് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ പ്ലാന് ഒറ്റയ്ക്ക് നാട്ടിൽ പോകാനല്ല, പല ജാതി സ്ഥലങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കർണാടകത്തിൽ ഇരുത്തിയാണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പരിപാടി നിർത്തി പോകുന്നില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ എന്താ പറയുക വെച്ചാൽ, നമ്മളെ പള്ളി ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഉസ്താദ് ഇവര് കർണാടകക്കാരാണെങ്കിലും ഹിന്ദി പച്ചളം പോലെ എല്ലാവർക്കും അറിയാം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാരുന്നല്ല. നമ്മളെ നാട്ടിൽ ഹിന്ദിയൊക്കെ ബംഗാളികളോട് വർത്തമാനം പറഞ്ഞവർക്കുള്ള പരിചയമുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിന്നെ അതേ മാഷന്മാരൊക്കെ ഉണ്ടാവും, ഹിന്ദി മാഷന്മാരും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഫുഡ് വേണം, ഭയങ്കര തക്കാനം. ഫുഡൊന്നും മാണ്ടാറുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് വൈകുന്നേരം കഴിച്ചാണ്, പക്ഷെ എന്നാലും മാണ്ടാറും. ഇനി വെറുതെ പോലെ ബുദ്ധിമുട്ടിരിച്ചിട്ട് പള്ളർച്ച് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മാണ്ടാറുണ്ടോ, കംപ്ലീറ്റ് മാണ്ടാറും. പിന്നെ വൈകുന്നേരം അത് തട്ടിയിട്ടുണ്ട്, അത്യാവശ്യം തട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇന്നും കുറച്ച് സ്പീഡ് കൂട്ടിക്കൊണ്ട് എടുക്കാൻ പറ്റിയില്ല, സോറി. നല്ല അടിപൊളി വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യണം, നല്ല സപ്പോർട്ട് വരണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. നമ്മളെ വീഡിയോ കാണുന്ന 3/4 ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് നമ്മളെ ഇത് യൂട്യൂബിൻ്റെ അത് നമ്മളത് എടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.